പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ലോകം മുഴുവനുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിയുവാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും വന്ദനം അറിയിക്കുകയാണ്. പുതിയ വർഷം നമുക്ക് പുതിയ അനുഭവമായി മാറട്ടെ. ഏറെ പ്രതീക്ഷയോടെയാണ് നാം എല്ലാവരും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷകാലത്തോളം മഹാമാരിയിലൂടെ കടന്നുപോയ രോഗത്താലും ഭയത്താലും ഭീതിയാലും എല്ലാം നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഈ പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറുവാൻ, നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ, അതിന് കൃപ നൽകട്ടെ എന്ന് മുന്നമേ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പുതിയത് ഉണ്ടാകുന്നത് എപ്പോഴാണ് പ്രിയമുള്ളവരെ? എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു പുതിയ സംരംഭം ഉണ്ടാകുന്നത് പഴയത് നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പഴയതിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. പഴയതിനോട് കൂടെ തന്നെയാണ് പുതിയത് നമുക്കുണ്ടാകും. ഉദാഹരണത്തിന്, നമുക്കൊരു പുതിയ വസ്ത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എൻ്റെ കയ്യിൽ ഒരു പഴയ വസ്ത്രമുണ്ട് എങ്കിൽ മാത്രമേ എനിക്കൊരു പുതിയ വസ്ത്രമായിട്ട് അത് മാറുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ പുതിയതാക്കി മാറ്റിയവൻ ആരാണ്? ഈ ലോകയുഗത്തെ മുഴുവൻ രണ്ടായി തിരിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും ഈ ലോകത്തെ രണ്ടായി തിരിച്ചവൻ. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തെ രണ്ടാക്കി മാറ്റിയവനാണ്. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും മാറ്റിയത് എപ്പോഴാണ്? ക്രിസ്തു വന്നപ്പോഴാണ്. ക്രിസ്തുവാകുന്ന ദൈവം എന്നിൽ വരുമ്പോഴാണ് ഞാൻ പുതിയതായിട്ട് മാറുന്നത്. ഈ ലോകത്തെ രണ്ടാക്കി തിരിച്ചവനും വേദപുസ്തകത്തെ രണ്ടാക്കി ഭാഗിച്ചവനും യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പഴയ നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ നിയമം നമുക്ക് ഉണ്ടാകില്ല. പഴയ നിയമത്തെ മാത്രം കൊണ്ടുപോകുന്നവരുണ്ട്, പുതിയ നിയമത്തെ മാത്രം എങ്കിലും ഇത് രണ്ടും കൂടാതെ പൂർണ്ണതയിൽ എത്തിച്ചേരില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പഴയതുമുണ്ട്, പുതിയതുമുണ്ട്. പുതിയത് എപ്പോഴാണ്? കർത്താവ് എന്നിൽ കടന്നു വരുമ്പോഴാണ്. അപ്പോൾ ക്രിസ്തു എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ പുതിയത് എന്ന് പറയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുതിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരണമോ, പുതിയ ഒരു അനുഭവത്തിലേക്ക് മാറണമോ, ക്രിസ്തുവിനെ കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്തു എൻ്റെ എല്ലാം ആണെന്ന ബോധ്യത്തോടു കൂടെ നമ്മൾ ജീവിതം ആരംഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവമായി. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ എസെക്കിയേൽ, നിനക്കൊരു പുതിയ ഹൃദയം പുതിയ മനസ്സ് ഞാൻ നിനക്ക് തരുമെന്ന് പറയും. കഠിനമായ ഹൃദയമൊക്കെ മാറ്റി നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് ഉടമയായി മാറുന്നത് ക്രിസ്തു എന്നിലേക്ക് കടന്നു വരുമ്പോൾ. ക്രിസ്തു എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തു എന്നിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവൻ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിനക്കെല്ലാം ബോധ്യപ്പെടും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് എല്ലാം നിനക്ക് ബോധ്യം കിട്ടുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് പുതിയതെന്ന് പറയുന്നത്. പഴയതിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. പഴയതിനോട് കൂടെ തന്നെ ഞാൻ പുതിയൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. പഴയതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ, എന്നാൽ പഴയതിനെ ഞാൻ വേണ്ടെന്ന് വയ്ക്കാനുള്ള മനസ്സാണ് എൻ്റെ പുതിയ അനുഭവം. എന്ന് വെച്ചാൽ ക്രിസ്തു എന്നിലേക്ക് കടന്നു വരുമ്പോൾ പഴയ അവസ്ഥയിൽ നിന്നും മാറി പുതിയ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു അനുഭവം. ആ അനുഭവമായി ഈ പുതിയ വർഷം നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മുന്നമേ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാം പുതിയ വർഷത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ഞാനൊക്കെ ഒത്തിരി ചെറുപ്പം മുതൽ ഒത്തിരി തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും തീരുമാനങ്ങളെല്ലാം ചീറ്റിപ്പോയിട്ടേ ഉള്ളൂ. മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. കുറച്ച് ദിവസമൊക്കെ നമ്മൾ മസിൽ പിടിച്ച് മുന്നോട്ട് പോകും. വീണ്ടും പഴയ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാത്തവനായി പഴയ ജീവിത രീതിയിൽ തന്നെ ഞാനിങ്ങനെ ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്? എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് കൂടെ ജീവിക്കണം, ദൈവം പറയുന്ന വഴിയിലൂടെ എല്ലാം നടക്കണം, ദൈവകൽപ്പനകൾ അനുസരിച്ചെല്ലാം മുന്നോട്ട് പോകണമെന്ന് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടും എനിക്ക് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? ഒറ്റ കാരണമുള്ളൂ. എന്താണ്? ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഐക്യപ്പെട്ടാൽ, ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങളോടുകൂടെ, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തോടു കൂടെ ഞാൻ ബന്ധിച്ചാൽ അത് എൻ്റെയും കർത്താവിൻ്റെ ഇഷ്ടമായിട്ട് മാറും. ഇന്ന് എൻ്റെ മാത്രം ഇഷ്ടമായിട്ട് മാറുമ്പോൾ ആ ഇഷ്ടത്തിന് ഞാൻ പലപ്പോഴും ദൈവ ഇഷ്ടത്തെ ഞാൻ വിലമതിക്കുന്നില്ല. എന്ന് വെച്ചാൽ
ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഞാൻ മാറ്റാനുള്ള കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തേക്കാൾ പലപ്പോഴും എൻ്റെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ എനിക്ക് സുഖം തരുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്ക് സുഖലോലുപതയിൽ എത്തിച്ചേരുവാൻ ഞാൻ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ആഗ്രഹിക്കുന്നതിലേക്ക് ഞാൻ തിരിയുമ്പോഴല്ലേ പലപ്പോഴും നമ്മളെടുത്തിരിക്കുന്ന ദൈവിക കാര്യങ്ങൾ വീഴ്ച സംഭവിക്കുന്നു. എന്ന് വെച്ചാൽ പാപം നമ്മളെ പിടികൂടാൻ ഒരു കാരണം പാപം തരുന്നതായ ആ സുഖങ്ങൾ, പാപം തരുന്നതായ സംതൃപ്തി ദൈവത്തിനേക്കാളും നമ്മൾ പ്രാധാന്യം എന്തിനു കൊടുത്തു? എൻ്റെ ശരീരത്തിന് ഞാൻ കൊടുക്കുന്ന സംതൃപ്തിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ പുതിയ വർഷത്തിൽ നമ്മൾ എന്തുമാത്രം തീരുമാനങ്ങൾ എടുത്തു. ചില ആളുകളറിയാം, മദ്യപിക്കില്ല തീരുമാനമെടുക്കും, പുകവലിക്കില്ല തീരുമാനമെടുക്കും, ഞാനിനി മൊബൈൽ ഫോൺ അധിക നേരം നോക്കില്ല, ടി വി അധിക നേരം കാണുകയില്ല, ഞാൻ ഈ വർഷം കൊണ്ട് കുറേ നേരം പ്രാർത്ഥിക്കും, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ പ്രാർത്ഥിക്കും, ഞാൻ ഇനി ആരുടെയും കുറ്റം പറയുകയില്ല, ഞാൻ ചില ആഹാരങ്ങൾ ഇങ്ങനെയെല്ലാം നമ്മൾ പല തീരുമാനങ്ങളെടുത്ത് ദേഷ്യപ്പെടുകയില്ല. ചില ആളുകൾ ഞാൻ ഇനി ദേഷ്യപ്പെടുകയില്ല, എല്ലാവരോടും സ്നേഹത്തോടു കൂടെ ഞാൻ പെരുമാറും എന്നൊക്കെ നമ്മൾ തീരുമാനം എടുത്തിട്ട് പലപ്പോഴെല്ലാം ഫ്ലോപ്പായി പോയ ആളുകളാണ്. ഞാൻ പലപ്പോഴും തീരുമാനം എടുത്ത് ഞാനിനി ദേഷ്യപ്പെടുകയില്ല. പക്ഷേ നമ്മളറിയാതെ എങ്ങനെയൊക്കെയോ ദേഷ്യപ്പെടുന്ന ഒരു അനുഭവം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് ഒരു യാത്ര ആരംഭിച്ചാൽ മതി, നമ്മുടെ അറിയാതെ തന്നെ എതിരെ വരുന്ന, നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന വ്യക്തികളോടൊക്കെ നമ്മൾ ദേഷ്യപ്പെടാൻ സാധ്യത ഏറെ വരികയാണ്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെതിരെ വരുന്ന, നമ്മളെ ഭയപ്പെടുന്ന രീതിയിൽ ഡ്രൈവിംഗ് കാണുമ്പോൾ എല്ലാം നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇവനാരാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നെല്ലാം പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളെടുത്ത തീരുമാനം ചീറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പഴയ മനുഷ്യനുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ആ പഴയ മനുഷ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ മാറ്റുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെ എറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രൂപം കൊണ്ട് ചില മനുഷ്യനുണ്ട്, ചില സ്വഭാവ രീതികളുണ്ട്. അതെന്ത് ചെയ്യണം? ഞാൻ ദൂരെ എറിയണം. അതിൽ ഒന്ന് എന്താണ്? നമ്മുടെ പഴയ ജീവിത രീതി. ഞാനാകുന്ന വ്യക്തി ഉരുവായ നിമിഷം മുതൽ ഞാൻ വളർന്നു വന്ന സാഹചര്യം, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ സർക്കംസ്റ്റൻസസ്, എൻ്റെ ചുറ്റുപാടുകൾ, ഇങ്ങനെ തുടങ്ങി ഞാൻ സ്വാംശീകരിച്ച പല കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കിയ അനേകം തെറ്റുകളുണ്ട്. ചിലപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ കൊണ്ടു നടന്ന ചില സ്വാധീനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. ഇതിനെയെല്ലാം എന്ത് ചെയ്യണം? അങ്ങനെ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ 3 കാര്യങ്ങളാണ്. ഒന്ന്, വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ, തെറ്റായി ഈ രണ്ടും, വഞ്ചനയും ആസക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവ രീതികളിൽ മാറ്റം വരുന്നു, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ തെറ്റുകൾ സംഭവിക്കുന്നു, എൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു, എൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിലെല്ലാം ഞാൻ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന അവസ്ഥ എത്തിച്ചേരും. അപ്പോൾ ഈ വഞ്ചനയും ആസക്തിയും ഒരു മനുഷ്യനിലേക്ക് പിടിച്ചു കിട്ടിയാൽ അവൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, അത് കലുഷിതമാണ് ആ ജീവിത രീതി. ആ ജീവിത രീതിയിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് പാപത്തിൻ്റെ പടുകുഴിയിലേക്കും തിന്മകളുടെ സ്വാധീനത്തിലേക്കുമാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാൻ, അങ്ങനെ രൂപം കൊണ്ട ആസക്തികളാൽ വഞ്ചന നിറഞ്ഞ കലുഷിതനായ നിൻ്റെ ജീവിതത്തിലെ ഒരു പഴയ മനുഷ്യനുണ്ട്, ഒരു പഴയ സ്വഭാവ രീതിയുണ്ട്. അതെന്ത് ചെയ്യണം? നീ ആദ്യമേ ദൂരെ എറിയണം, വലിച്ചെറിയണം, വേണ്ടെന്ന് വെക്കണം. എന്നിട്ട് വീണ്ടും വചനം പറയുകയാണ്, നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞത് എന്താണ്? അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ 17:9 ദൈവം പറയുകയാണ്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യം നിറഞ്ഞാണ്, അതിനെ തിരിച്ചറിയാൻ ആർക്ക് സാധിക്കും? കർത്താവായ ഞാൻ അതിനെ തിരിച്ചറിയുന്നത്. നമ്മുടെ മനസ്സ്, നമ്മൾ പറയാമല്ലോ, മനസ്സാക്ഷി കുത്തു നോക്കി നമ്മൾ പറയാം. മനസ്സ് എപ്പോഴും പ്യൂറാണ് പ്രിയമുള്ളവരെ. കാരണം മനസ്സിനകത്ത് വസിക്കേണ്ടത് ആരാണ്? ക്രിസ്തുവാണ്, ദൈവമാണ്. നമ്മുടെ ദൈവം വസിക്കേണ്ട സ്ഥലമാണ് അല്ല. അതുകൊണ്ടല്ലേ കർത്താവ് പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നാണ് പറഞ്ഞത്. ഈ ആലയത്തിലാണ് ദൈവം വസിക്കുക. ആലയത്തിൻ്റെ ഏറ്റവും പവിത്രമായ സ്ഥലം നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവുമാണ്. അപ്പോൾ ആ മനസ്സിൽ നവീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാണ്? പശ്ചാത്താപം ഉണ്ടാകുന്നു, മനസ്താപം ഉണ്ടാകാനുള്ള കാരണം
നമ്മുടെ മനസ്സ് നല്ലതായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരാളെ വിഷമിപ്പിക്കുമ്പോൾ, ഒരു വേദനിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മളൊരാൾ നമ്മുടെ മുമ്പിൽ കരയുമ്പോൾ, സങ്കടം പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാൻ കാരണം നമ്മുടെ മനസ്സ് നല്ലതായതുകൊണ്ടാണ്. ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടാൻ സാധിച്ചാൽ, അവരുടെ ആ സങ്കടത്തിൽ എനിക്ക് പങ്കുചേരാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സ് നല്ലതായതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നവീകരണത്താൽ എന്ത് ചെയ്യണം? ചൈതന്യത്താൽ നമ്മൾ നവീകരിക്കപ്പെടണം. ഒരു പുതിയ അവസ്ഥ, നവീകരിക്കപ്പെടുക, പുതിയൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുക, നമ്മളെ തന്നെ പുതുക്കുക, പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ മനസ്സിൻ്റെ ചൈതന്യം, നമുക്ക് ചൈതന്യം എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ പറയാം, ചൈതന്യം കൊണ്ട് നിറഞ്ഞിരുന്നല്ലോ. അത് ഹോളി സ്പിരിറ്റാണ്. ചൈതന്യം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതുക്കപ്പെടണം. എന്നിട്ട് പറയും, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. അപ്പോൾ ഇവിടെ പറയുക എന്താണ്? ഒന്ന് വിശുദ്ധി വേണം, രണ്ട് നീതി വേണം, പിന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനായി മാറണം. അപ്പോൾ വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെടണം. അത് പുതിയ സൃഷ്ടിയായിട്ട് മാറണം. എന്താണ്? ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, ദൈവം 6-ാം ദിവസം എല്ലാ ജോലിയും തീർത്തിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. ഇതിൻ്റെ എല്ലാം ഒരു അധിപനുണ്ടാവണം. മൃഗങ്ങളുണ്ട്, പക്ഷിലതാദികളുണ്ട്, ജലം, കടലും കരയും, സൂര്യനും നക്ഷത്രവും ചന്ദ്രനും എല്ലാം ഉണ്ട്. ഇതിനെല്ലാം അധിപനായിട്ട് ഞാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയെ അധിപനാക്കി തീർക്കാൻ ആഗ്രഹിച്ചത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ എന്ത് ചെയ്തു? സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് വലിയൊരു ആഗ്രഹമുണ്ട്, ഇതിൻ്റെ എല്ലാം അധികാരം അവന് കൊടുക്കും. അതാണ് ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാറ്റിൻ്റെയും അധികാരം ദൈവം ആർക്ക് കൊടുത്തു? മനുഷ്യന് കൊടുത്തു. കാരണം ഞാൻ കഴിഞ്ഞാൽ സെക്കൻഡ് കമാൻഡിങ് ഓഫീസറായിട്ടാണ് ദൈവം മനുഷ്യനെ കണ്ടത്. പക്ഷേ മനുഷ്യൻ്റെ അധപതനം എന്താണ്? ദൈവികതയെക്കാളും അവൻ എന്ത് ചെയ്തു? മാനുഷികതയ്ക്ക് പലപ്പോഴും പ്രാധാന്യം കൊടുത്തു. നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന് ഒരു കാരണം അത് തന്നെയല്ലേ പ്രിയമുള്ളവരെ? കാരണം എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികതയെക്കാളും ഞാൻ എന്ത് ചെയ്തു? എന്നിലുള്ള മാനുഷികതയെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ, അതിലൂടെ എനിക്ക് ലഭിച്ച സന്തോഷവും സംതൃപ്തിയും ഞാൻ ഏറെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടല്ലേ പലപ്പോഴും എൻ്റെ അധപതനത്തിന് അല്ലെങ്കിൽ എൻ്റെ പതനത്തിന് ഒരു കാരണമായി തീർന്നത് അതുതന്നെയല്ലേ. അത് ഏദൻ തോട്ടം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവികത അവന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ചില കൽപ്പനകൾ അവന് കൊടുത്തു. ചില അനുസരണം നീ പാലിക്കണം, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം എന്ന് പറഞ്ഞല്ലേ ആ ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായും ആക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതും അതുതന്നെയാണ്. എന്താണ്? ഒരു അനുസരണത്തിൻ്റെ മകനായിട്ട് മാറാൻ, ഒരു ദൈവ പൈതലായി ഞാൻ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് നീ ജീവിക്കുമ്പോൾ നിനക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു ബ്ലെസ്സിങ്സ് ഉണ്ട്, വലിയ അനുഗ്രഹമുണ്ട്. അത് നിനക്ക് മാത്രമല്ല വരാൻ പോകുന്ന തലമുറയ്ക്കും ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പഴയ മനുഷ്യൻ ഞാൻ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ നിന്നും രൂപപ്പെട്ട, എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും, എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും, ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നും, അതാത് സ്ഥലങ്ങളിലെ സ്വാധീനങ്ങൾ കൊണ്ടെല്ലാം ഞാൻ രൂപപ്പെട്ട ഒരു പഴയ മനുഷ്യനിൽ എപ്പോഴുമുണ്ട്. അവസരം കിട്ടിയാൽ അവന് പുറത്തു വരും പ്രിയമുള്ളവരെ. കാരണം എല്ലാ മനുഷ്യനിലും എന്തുണ്ട്? ഈ പഴയ മനുഷ്യൻ ഉണ്ട്. അവനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. മൃഗങ്ങൾക്ക് ഇരയിട്ട് കൊടുക്കുന്ന പോലെയാണ് നമ്മളുള്ള പഴയ മനുഷ്യൻ. ഒരു ചെറിയ ഇര, ഒരു പാപത്തിൻ്റെ ചെറിയൊരു ചിന്ത, ഒരു സ്വാധീനം നമ്മളെ കടന്നു അവനെ ആളി കത്താൻ തുടങ്ങും. പിന്നെ നമ്മൾ പോകുന്നതെല്ലാം പാപത്തിൻ്റെ അവസ്ഥയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് എന്നിലുള്ള പഴയ മനുഷ്യനെ എനിക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പക്ഷേ അവനെന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അവനെ ദൂരെ എറിയാൻ സാധിക്കും. എൻ്റെ ആ സ്വഭാവ രീതി, വൈകല്യങ്ങളെ എനിക്ക് ദൂരെ എറിഞ്ഞ് ആ പഴയതിൽ നിന്നും പുതിയ അനുഭവത്തിലേക്ക് എങ്ങനെ വരണം? ഒന്ന് വിശുദ്ധി ഉണ്ടായിരിക്കണം, രണ്ട് നീതി ഉണ്ടായിരിക്കണം. വിശുദ്ധി നമുക്കറിയാം, വിശുദ്ധി രണ്ട് തലങ്ങളാണ്. ഒന്ന് ശാരീരിക വിശുദ്ധി. എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കണം. കാരണം ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, പൗലോസ്ലീഹായോട് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. എൻ്റെ ശാരീരിക ശുദ്ധി പോലെ തന്നെയാണ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എത്രമാത്രം ഹൈജീനിക്കായിട്ട് ജീവിക്കും. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തെ ഒരിക്കലും പാപത്തിന് വിട്ടുകൊടുക്കാതെ
തിന്മകൾക്ക് വിട്ടുകൊടുക്കാതെ, ഒന്നിനും, ഒരു തിന്മയ്ക്കും ഒരു പാപത്തിനും എൻ്റെ ശരീരത്തിനുമേൽ സ്വാധീനം ചെലുത്തുവാൻ അനുവാദം കൊടുക്കാതെ ഞാൻ കാത്തു സൂക്ഷിക്കണം. അത് നമുക്ക് വേണ്ടി അത് നമ്മൾ പോരാടി തന്നെ എടുക്കാൻ പറ്റുള്ളൂ പ്രിയമുള്ളവരെ. കാരണം ഈ ലോകം പാപത്തിൻ്റെ പിടിയിലാണ്. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നും പറഞ്ഞത് അങ്ങനെയല്ല, ഇതെല്ലാം എൻ്റേതാണ്, നീ എന്നെ ആരാധിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്നല്ലേ പറഞ്ഞേ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ. അപ്പം ഈ ലോകം നമ്മൾ സ്വാധീനിക്കാൻ പലതും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. ഇതൊന്നും കുഴപ്പമില്ല, ഇതെല്ലാവരും ചെയ്യുന്നില്ല, ഈ കാലഘട്ടത്തിൽ ഇത് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്, എല്ലാ മനുഷ്യനിലും ഈ തിന്മ ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കും, അതുകൊണ്ട് തെറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് നമ്മളെ സ്വാധീനിക്കുമ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ പാപത്തിന് വിട്ടുകൊടുത്ത് അതിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന സുഖം, ഒരു സംതൃപ്തിയാണോ ദൈവത്തിൻ്റെ പദ്ധതിയേക്കാൾ വലുതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും വിശുദ്ധി വേണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല. വിദ്വേഷം വേര് വളർന്ന് പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള പക, വിദ്വേഷം, വെറുപ്പ്, ഇത് അശുദ്ധിയാണ് പ്രിയമുള്ളവരെ. എന്നെ അറിയാതെ അശുദ്ധിയിലേക്ക് നയിക്കുകയാണ്. കാരണം എൻ്റെ ആത്മാവ് ഇതാ അശുദ്ധിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഞാനൊരു വ്യക്തിയോട് വിദ്വേഷം വെച്ച് പുലർത്തുമ്പോൾ, ഒരു വ്യക്തിയോട് ഞാൻ പക വെച്ച് പുലർത്തുമ്പോൾ, ഒരു വ്യക്തിയോട് ഞാൻ വെറുപ്പ് വെച്ച് പുലർത്തുമ്പോൾ, ഇത് ഞാൻ അറിയാതെ എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുകയാണ്? അശുദ്ധിയിലേക്ക് നയിക്കപ്പെടുകയാണ്. അപ്പോൾ ശരീരവും മനസ്സും എന്തായിത്തീരുകയാണ്? അശുദ്ധിയിലെത്തിച്ചേരുകയാണ്. അതുകൊണ്ട് ചെയ്യണം, അത് മാറ്റി നിർത്തി വിശുദ്ധിയിൽ നമ്മൾ നീതീകരിക്കപ്പെടണം. വിശുദ്ധിയിലും നീതിയിലും, അടുത്തത് ആ നീതി, ജസ്റ്റിസാണ് അല്ല, എല്ലാവരും ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കണം. എല്ലാവരോടും നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. ചില ആളുകളോട്, ചില വ്യക്തികളോട്, ചിലതിനോട് മാത്രം നമുക്ക് നല്ല നീതിയും ചിലതിനെ നമ്മൾ ഡയലൂട്ട് ചെയ്യുന്ന സ്വഭാവമാണെങ്കിൽ അത് നീതി അല്ലല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം, നമ്മുടെ തീരുമാനങ്ങളെല്ലാം ജസ്റ്റിസ് ആയിരിക്കണം. നമുക്ക് നീതിയോടുകൂടെ തന്നെ കാണുവാൻ നമുക്ക് സാധിക്കണം. അതേത് പ്രശ്നമാണെങ്കിലും, കുടുംബത്തിലെ പ്രശ്നമാണെങ്കിലും, വ്യക്തിപരമായ പ്രശ്നമാണെങ്കിലും, ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലം ആണെങ്കിലും നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. നീതി യേശുക്രിസ്തുവാണല്ലേ. ഈ ഒരു നല്ല ന്യായാധിപൻ എന്ന് പറയുന്നത്, നീതിമാൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, ദൈവമാണ് നമ്മുടെ. അപ്പോൾ അവനെപ്പോലെ ആയിത്തീരാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കാൻ ഈ പുതിയ വർഷത്തിൽ. അപ്പോൾ വിശുദ്ധിയിലും നീതിയിലും, പിന്നെന്താണ് പറയുക, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. ദൈവം സരള ഹൃദയനായിട്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ദൈവത്തെ പോലെ തന്നെയാണ് സൃഷ്ടിച്ചതല്ലേ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അങ്ങനെയുള്ള ഒരു പുതിയ മനുഷ്യനായി തീരണം. ആദ്യത്തെ ഹവ്വ മരണമാണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ, രണ്ടാം ആദാമായിട്ട് യേശുക്രിസ്തുവിനെ കാണുമ്പോൾ അവൻ മരണത്തെ വിജയിച്ചവനാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണം എത്ര എന്നാണ് പറയുന്നത്. പാപം മരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ആ പാപത്തെ, ആ മരണത്തെ അതിജീവിക്കുവാൻ സാധിക്കുന്നത് പുതുക്കപ്പെട്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു എന്നിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ എനിക്കും നിങ്ങൾക്കും ഉറച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ബലമായി, ശക്തിയായി അവനുണ്ടായിരിക്കണം. അവൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ്. അവൻ പരിശുദ്ധാത്മാവാൻ ദൈവമാണ്, പിതാവാൻ ദൈവമാണ്, പുത്രൻ തമ്പുരാനാണ്, എല്ലാവരും ചേരുന്ന ത്രിയേക ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും പ്രിയമുള്ളവരെ, നിങ്ങളെടുത്തിരിക്കുന്ന തീരുമാനങ്ങളോട് കൂടെ തന്നെ നല്ല തീരുമാനമാണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനമാണെങ്കിൽ, പാപം വർദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തീരുമാനമാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറും. നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു കടന്നു വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു വസ്ത്രം പുതിയത് വരുന്ന പോലെയല്ല ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. കാരണം ഈ ഭൂമിയിൽ ദൈവം ഏറെ സ്നേഹിക്കുന്നതും ഏറെ കരുതുന്നതും ഏറെ ആഗ്രഹിക്കുന്നതും മനുഷ്യജീവനാണ്. മനുഷ്യൻ്റെ ഉയർച്ചയാണ്, അവൻ്റെ പശ്ചാത്താപമാണ്, അവൻ്റെ അനുതാപമാണ്, അവൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, അവൻ്റെ ഒരു മാറ്റം, പുതുക്കപ്പെട്ടവനായി, നവീകരിക്കപ്പെട്ടവനായി ജീവിക്കുന്ന അവസ്ഥയാണ് ദൈവം ഏറെക്കുറെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തിൽ
ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. ഞാനിനി ജീവിക്കുകയാണെങ്കിൽ, പൗലോസ്ലീഹ പറഞ്ഞു, ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയിട്ട്. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും ക്രിസ്തു ജീവിക്കട്ടെ പ്രിയമുള്ളവർ. ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മളിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവൻ കൂദാശയായി, അവൻ വചനമായി, അവൻ സ്നേഹമായി നമ്മളിൽ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കൊന്ന് എസ് എന്ന് പറയാൻ, ഞാനുണ്ട് കർത്താവേ, ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നു തരുന്നാൽ ഞങ്ങൾ അവൻ്റെ കൂടെ വന്ന് വാസമുറപ്പിക്കുമെന്നല്ലേ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്ന് തുറന്നു കൊടുക്കാം. പുതിയ വർഷത്തിൽ പുതിയ അനുഭവമായി മാറുവാൻ. ഈ ലോകത്തെ രണ്ടാക്കി തീർത്തവൻ, ഈ വേദപുസ്തകത്തെ പഴയ നിയമമായും പുതിയ നിയമമായും മാറ്റിയവൻ, അവൻ യേശു ക്രിസ്തുവാണ്. അവൻ എന്നിൽ വരുമ്പോൾ ഞാൻ പുതിയതായിട്ട് മാറും. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, സാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഞാനായി മാറാൻ ദൈവം എന്നെ വിളിക്കുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം. ദൈവം നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒന്ന് സ്പർശിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, ഇപ്പോൾ ഈ നിമിഷം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഒത്തിരി തീരുമാനങ്ങളെടുത്ത് പരാജയപ്പെട്ടതാണ്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ പരാജയപ്പെട്ടവരാണ്. കർത്താവെ, ഇന്ന് ഈ നിമിഷം ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. എൻ്റെ എല്ലാ തീരുമാനത്തിൻ്റെ കൂടെ എൻ്റെ ദൈവം, എൻ്റെ യേശുക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനേയും നേരിടാൻ, ഏത് തീരുമാനത്തോടും ഉറച്ചു നിൽക്കുവാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് കർത്താവായ യേശുവേ, ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങ് ഇറങ്ങി വരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾ ഓരോരുത്തരെ സ്പർശിക്കണമേ. ഞങ്ങളുടെ എല്ലാ തീരുമാനത്തിൻ്റെ മേലും അങ്ങയുടെ ശക്തി ആവസിക്കണമേ. ഞങ്ങളിനി വീണുപോകാൻ ഇടവരുത്തരുതേ. ഒരു പുതിയ മനുഷ്യനായി നീ എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനാണ്. പുതിയ മനുഷ്യനായി മാറുവാൻ, എൻ്റെ ജീവിതത്തിലൂടെ അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം ഈ ഭൂമിയിൽ ക്രമീകരിക്കുവാൻ കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ. വീണുപോകുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, അനുദപിക്കുന്നു കർത്താവെ. എൻ്റെ പഴയ മനുഷ്യൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അവനെ ദൂരെ എറിഞ്ഞുകൊണ്ട്, അവനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുവാൻ, പുതിയ മനുഷ്യനായി, ക്രിസ്തുവിൻ്റെ മകനായി, ക്രിസ്തുവിൻ്റെ മകളായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, നല്ല മനസ്സിനും ഒരു ഉടമയായി മാറുവാൻ കർത്താവെ എന്നെ അവിടുന്ന് ഒരുക്കണമേ. കർത്താവെ, പരിശുദ്ധ അമ്മയെപ്പോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ, ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ, ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ എനിക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരുമേ, ശുദ്ധിമതികളെ, ഞങ്ങൾ ആരുടെ പേരിൽ മാമോദീസ മുങ്ങിയിരിക്കുന്നു ആ വിശുദ്ധന്മാരും ശുദ്ധിമതികളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Bye.